ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2018 റിലീസായ ഡോഗ്ഗോ റീവൈൻഡ് എന്നൊരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ സീരീസാണ്. അപ്പോൾ മൊത്തം 4 എപ്പിസോഡുകൾ അടങ്ങിയ ഒരു സീരീസാണിത്, ഒരു മിനി സീരീസ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇതിലെ നായകനെയാണ്. പേര് കാങ് ഹ്യൂക്ക്. പിന്നെ അവൻ്റെ കൂട്ടുകാരെയും, ഈ വെള്ളത്തല ചോയ്, ഈ ഗുണ്ടുമണി ഗൂബോൺ എന്നൊക്കെയായിരിക്കും ഇവരുടെ പേര്. ഇത് ഇവരുടെ ഏരിയ ആയിരിക്കും. അവിടെ ഗൂന് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറയും. നീയല്ലേ ഇപ്പോൾ കുറച്ച് മുമ്പേ കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് മുന്നേ അല്ലേ. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ഉച്ചയ്ക്ക് എല്ലാവരും നല്ല മീൽസൊക്കെ കൊണ്ടുവരും. അതിൽ നിന്ന് കൈയിട്ട് വാരായിരുന്നു. നമുക്ക് എന്തുകൊണ്ട് സ്കൂളിലേക്ക് വീണ്ടും പൊക്കൂടാ? അപ്പോൾ ചോയ്, ഇനി അവിടെയും പോയി അരക്ക്, അതാണല്ലോ ശീലം. ഇവർ സ്കൂളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല. ആ സമയം ചോയ്ക്കൊരു ഡീല് കിട്ടും. ഒരു 10,000 വോണിൻ്റെ 1 മണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞ് അവർ പോകും. ഇങ്ങനെ അടിയും തല്ലുമൊക്കെ കൊണ്ടാണ് ഇപ്പോൾ അവർ കുറേ പൈസ ഉണ്ടാക്കുന്നത്. ശേഷം അവരുടെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഗ്യാങ്ങും അതിനായി ഒരു തലവനും അവർക്കുണ്ടാകും. ആ ഗ്യാങ്ങിലെ ഒരുത്തനായിരിക്കും കിം ജോങ് എന്ന ഇവൻ. താഴെ വേറെ കുറേ പിള്ളേർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് ആയിരിക്കും. അതിൽ ഈ ഓടുന്നവൻ്റെ പേരാണ് ടേജിൻ. അവരിങ്ങനെ ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരു പെൺകുട്ടി ടേജിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച അവൻ്റെ കൂട്ടുകാരൻ അവനോട്, ഡേയ്, അവൾ ആരെയായി നോക്കുന്നത്? നമ്മളിവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും കാണാലോ ഇവിടെ, ഇനി നിന്നെയാണോ നോക്കുന്നത്? അപ്പോൾ വായടച്ചിരുന്ന് ഓടാൻ പറയും അവനോട്. ശേഷം ഈ ഗ്യാങ്ങിലെ 10ൽ പഠിക്കുന്ന പയ്യന്മാരോട് ബാക്കി എല്ലാ പയ്യന്മാരുടെ അടുത്ത് നിന്നും കാശ് പിരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും, ഗുണ്ടാപിരിവൊക്കെ പോലെ. പക്ഷെ വിചാരിച്ച അത്ര കാശ് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൽ ഗ്യാങ് ലീഡർ ദേഷ്യപ്പെട്ട് അവനെ ചവിട്ടും. ഇവൻ്റെ പേര് സോ ജോങ് എന്നാണ്. അവിടെയുള്ളവരോട് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്നത്. ഇവള് ഗേൾസിലെ മെയിൻ ബുള്ളിയായിരിക്കും. ഷിൻ എന്നാണ് ഇവളുടെ പേര്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലാണ്, ഡിസ്ചാർജ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അവളുടെ അനിയനെ ഒന്ന് തല്ലാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ ഞാൻ നാളെ തന്നെ ചെയ്തോളാമെന്ന് പറയുമ്പോൾ, നാളെയോ, ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ പോകും. അപ്പോൾ സോ ജോങ് ദേഷ്യത്തിൽ പെട്ടെന്ന് പോയി കിംസുവിനെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറയും. ഈ കിംസു ആയിരിക്കും ഇവൻ നേരത്തെ പറഞ്ഞ അവളുടെ അനിയൻ. ശേഷം കാണിക്കുന്നത് കിംസുവിനെ ആയിരിക്കും. ഒറ്റയ്ക്ക് നടന്നു പോകുന്ന വഴിക്ക് അവൻ്റെ ആളുകൾ വന്ന് വളഞ്ഞു പിടിക്കും. അവൻ എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ അവനെ കൂടുതൽ തല്ലും. ആ നേരത്താണ് അവിടേക്ക് കാങ്ങും അവൻ്റെ ഫ്രണ്ട്സും വരുന്നത്. കാരണം അത് അവരുടെ ഏരിയ ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കടാന്ന് പറയും. ഞങ്ങൾ സോജോങ്ങിൻ്റെ ആളുകളാണ്, എന്താടാ നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗു അവൻ്റെ മേലേക്ക് തുപ്പി അറിയില്ലെന്ന് പറയും. കിംസു, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, ഞാൻ ഓക്കെയാണ് എന്ന് പറയും. എന്നാലും അവനെ വിടാൻ പറയും കാങ്. വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വിചാരിച്ച എനിക്കിപ്പോൾ നിന്നെ ഇവിടെ വെച്ച് തീർക്കാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മറ്റവന്മാർക്ക് ദേഷ്യം വന്ന് തുടങ്ങും. അവിടെ വെച്ചൊരു ഫൈറ്റ് തുടങ്ങുന്നു. അങ്ങനെ അടിയും കൊണ്ട് അവന്മാർ അവിടുന്ന് എണീച്ചു പോകും. കിംസോ വന്ന്, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇനി എനിക്ക് നേരാവണ്ണം സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. ഇനി ഞാൻ പോയാലും അവരെന്നെ പൊക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, ഇപ്പോൾ പോവാൻ നോക്കുമെന്ന് പറയുമ്പോൾ, അതല്ല എൻ്റെ ചേച്ചി, എനിക്ക് അവളെ സംരക്ഷിക്കണം. അപ്പോഴാണ് ഗുവിൻ്റെ വയറ്റിൽ നിന്ന് കുറേ ഒച്ചപ്പാട് കേൾക്കുന്നത്. നിങ്ങൾ എന്തേലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും കിംസു. ശേഷം അവർക്ക് വയറ് നിറച്ച് ഫുഡ് വാങ്ങിക്കൊടുക്കും. ഗുവിൻ്റെ തീറ്റ കണ്ട ചോയ് വരെ ഞെട്ടും. 1/2 മണിക്കൂർ മുമ്പല്ലേ നീ നല്ലോണം കഴിച്ചത്, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നത്? അതെല്ലാം ആ ഫൈറ്റിൽ ഡൈജസ്റ്റ് ആയിപ്പോയി എന്ന് പറയും അവൻ. എന്നിട്ട് അവൻ്റെ ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഗുവിന് വല്ലാതെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ആ ഫുഡൊക്കെ അവൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. കഴിക്കളിയ എന്നും പറഞ്ഞ്, നിന്റെ ചേച്ചിയെ നിനക്ക് സംരക്ഷിക്കണം, അത്രല്ലേ ഉള്ളൂ. അതൊന്നും ഓർത്ത് അളിയൻ പേടിക്കണ്ട, ഇനി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. ഇനി നമ്മൾ അളിയനും അളിയനുമാണെന്ന് പറയും. കാങ്, നിന്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അവളുടെ പേര് ഹ്യൂൺ എന്നാണ്. അവിടുത്തെ ഗേൾസിലെ മെയിൻ ബുള്ളിയായ ഷിൻ അവളുടെ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അവൾ അവിടുത്തെ ബുള്ളി ഗ്യാങ്ങിലെ ലീഡറായ സോജോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ അവര്. ഇവളെ കാണാനായി അവൻ ക്ലാസ്സിലേക്ക് ചെല്ലും. പക്ഷെ പെട്ടെന്ന് ഹ്യൂണിനെ കണ്ട ഇവൻ്റെ നോട്ടം ഇവളുടെ മേലേക്കായിരിക്കും പോകുന്നത്. ഇത് ഷിൻ കാണുകയും അവൾക്ക് ഹ്യൂണിനോട് വല്ലാത്ത ദേഷ്യം തോന്നുകയും ചെയ്യും.
ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് അവളും അവളുടെ ഗ്യാങ്ങും ചേർന്ന് ഹ്യൂണിനെ ക്രൂരമായി ബുള്ളി ചെയ്യാൻ തുടങ്ങുകയാണ്. ടോയ്ലറ്റിൽ വെച്ച് ഒരുപാട് അടിക്കും. നീ വലിയ സുന്ദരിയാണെന്നാണ് നിന്റെ വിചാരം. ഇനിയും നീ അവനെ വശീകരിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നീ ചത്തെന്ന് കൂട്ടിയാൽ മതി, മനസ്സിലായോടി? എന്നിട്ട് അവിടെയുള്ള ഫെനോയിലൊക്കെ അവളെ കൊണ്ട് കുടിപ്പിക്കും. ഷിന്നിൻ്റെ കസിനും ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതറിഞ്ഞ അവൻ സോജോങ്ങിന് നല്ലോണം കൊടുക്കും. നീ എന്താ അവളെ ചീറ്റ് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ച്. ഇവർക്കെല്ലാം മീതെ ഒരുത്തനുണ്ട്, ഇവരുടെയൊക്കെ നേതാവ് ഗാങ് ഹൂൺ എന്നാണ് അയാളുടെ പേര്. ശേഷം പോകാൻ നേരത്ത് അവനോട് നേരെ വീട്ടിലേക്ക് ചെന്നേക്കണം, അവിടെയും ഇവിടെയും കറങ്ങി തിരിഞ്ഞ് മറ്റവന്മാരടുത്ത് പോയി പെടണ്ട എന്ന് പറയും. അങ്ങനെ ടാങ്ക്സും പറഞ്ഞ് അവൻ പോകുന്നു. ശേഷം കാങ് വീട്ടിലെത്തുന്നു. അവനൊരു ട്വിൻ ബ്രദർ കൂടെ ഉണ്ട്. അവൻ നല്ല ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരിക്കും. നിന്നെ ആരും ഇപ്പോൾ ശല്യപ്പെടുത്താറുണ്ടോ സ്കൂളിൽ? ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല, ഓക്കെ ആണെന്ന് പറയും. നമ്മൾ നാളെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ലേ, അതുകൊണ്ട് ആ സമയത്ത് മുങ്ങാൻ നിൽക്കരുതെന്ന് പറയും. ശേഷം ഇന്നലെ കാങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിയ 2 എണ്ണം സ്കൂളിലേക്ക് എത്തും. സോ ജോങ്, ഇന്നലെ നിന്റെ നാവ് കൊണ്ട് തന്നെയല്ലടാ പറഞ്ഞത് നീ അവനെ കൊണ്ടുവരുന്നു. പിന്നെ നിന്റെ മുഖത്തിനൊക്കെ എന്താടാ പറ്റിയേ? ആ കിംസോ ആണോ നിന്നെയൊക്കെ തല്ലിയത്? അല്ല, ഞങ്ങൾ അവനെയും കൊണ്ടുവരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വേറെ ആളുകളുമായി ഒരു തല്ലുണ്ടാവുന്നത്. ഞങ്ങൾ അടിക്കാൻ നോക്കി, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവരെന്തിനാ കിംസുവിനെ സഹായിക്കുന്നത് അതറിയില്ല. ചിലപ്പോൾ അവൻ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആളായിരിക്കും. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 10ൽ കൂടുതൽ പേരുണ്ടായിരുന്നു എന്ന് കള്ളം പറയും. അപ്പോൾ നീ എന്തിനാണ് കള്ളം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് നമുക്കാ. ശേഷം മറ്റവളുടെ കസിൻ വന്ന് സോജോങ്ങിന് വീണ്ടും നല്ലോണം കൊടുക്കും. ഇവൻ്റെയും കൂടെ ആവശ്യമായിരിക്കും കിംസുവിനെ കണ്ടെത്തുക എന്നുള്ളത്. അത് കിട്ടാത്തതുകൊണ്ടാണ് അടിക്കുന്നത്. ശേഷം അവൻ വേറൊരു സ്കൂളിലെ ഒരുത്തിനെ വിളിച്ച്, എനിക്ക് നിന്റെ സഹായം വേണം, നിന്റെ കുറച്ച് ആളുകളെ വേണം. അപ്പോൾ ഞങ്ങളുടെ ആളുകളൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്, അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. അങ്ങനെ 2 ആളുകളെ വിളിപ്പിച്ച് നാളെ എല്ലാ +1 +2 സ്റ്റുഡൻസും ഒരുമിച്ചുണ്ടാവണം, ഒരു പണി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ജിന്നിനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അവൻ ഇടപെടാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. ശേഷം കാങ് അവൻ്റെ ഫാമിലിയുമായി ഒരു ഫോട്ടോ എടുക്കും. നമ്മൾ ഒരുമിച്ച് പുറത്തു നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഓൾറെഡി വേറെ പരിപാടികളുണ്ട്, രാത്രിയാകും മുമ്പേ ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം ഗു അവൻ്റെ അളിയനെ ഫൈറ്റ് പഠിപ്പിക്കുകയാണ്. അതിനിടയിലും നമുക്ക് എപ്പോഴാണ് നിന്റെ ചേച്ചിയൊന്ന് കാണാൻ പറ്റുക എന്നായിരിക്കും അവൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗു ഹാപ്പിയാവും. ആ സമയത്താണ് നമ്മൾ തുടക്കത്തിൽ ഗ്രൗണ്ടിലൂടെ ഓടുന്നതായി കണ്ട ടേജിനെ വേറെ 2 പേര് ബുള്ളി ചെയ്യാനായി നിൽക്കുന്നതായി കാണുന്നത്. ഇതെന്താ എല്ലാ എണ്ണവും ഇങ്ങോട്ടേക്കാണല്ലോ വരുന്നത്, ഇറങ്ങി പോടാന്ന് പറയും. ടേജിൻ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്ക്, ഞാൻ റെസ്ലിംഗ് ടീമിലുള്ളതാ, അതുകൊണ്ട് ഈ സ്ട്രീറ്റ് ഫൈറ്റ് ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഗു, ഞങ്ങൾക്ക് ഫുഡ് വാങ്ങി തരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അതിനവൻ സമ്മതിക്കും. അങ്ങനെ ആ 2 എണ്ണത്തിന് നല്ല അടിയും കൊടുത്ത് പറഞ്ഞു വിടും അവർ. ഗു ഫുഡ് എപ്പോഴാണ് വാങ്ങിത്തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ ട്രെയിനിങ് ഒക്കെ തീർന്നാൽ ഞാൻ വാങ്ങിത്തരാമെന്ന് പറയും. എനിവേ താങ്ക്സ് എന്നും പറഞ്ഞ് അവർ പരിചയപ്പെടുന്നു. ശേഷം ടേജിൻ ട്രെയിനിങ്ങിനായി പോകാൻ നേരം അവിടെ നേരത്തെ അവനെ നോക്കിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടാവും. ഇവൻ പതുക്കെ ചെന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾ പേടിക്കും. ഒരു ഗിഫ്റ്റും കൊടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ശേഷം അവരെല്ലാം ഹ്യൂണിനെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാകും. കാങ്ങും ചോയും നേരത്തെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഭയങ്കര സ്റ്റൈലായി ഗു വരും. അങ്ങനെ അവളെ ചെന്ന് കാണുന്നു. ഇവർ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. കാങ് ഒരു ഗിഫ്റ്റും അവൾക്ക് കൊടുക്കുന്നു. ശേഷം നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്യാങ്ങിലുള്ള പിള്ളേരെല്ലാം കാങ്ങിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ടാകും. അതിൽ തന്നെ കിം ജോ എന്നൊരുത്തനുണ്ടാകും, നമ്മൾ നേരത്തെ കണ്ടില്ലേ. അവനിതിൽ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്ന് അവന്. അപ്പോൾ നീ ഒന്നും ചെയ്യണ്ട, വെറുതെ നിന്നാൽ മതി എന്ന് അവൻ്റെ കൂടെയുള്ളവർ പറയും. എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവർ അവിടെ എത്തുന്നു. എത്ര പേരേ ഉള്ളൂ? 10 പേരുണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കൂടെയുള്ള കിംസോയെ ഞങ്ങൾക്ക് വേണം, അവനേറ്റ് കുറച്ച് ഡീലിങ്സ് ഉണ്ട്, അവനെ വിട്ടുതാ, ഒരു കുഴപ്പമുണ്ടാകില്ല. ഇത് കേട്ട ഗു ചിരിക്കാൻ തുടങ്ങും. ഇനി ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ, നീയൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയാൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോണില്ല. അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നു.
പക്ഷെ അവസാനം കിം ജോന് ഇടപെടേണ്ടി വരുന്നു. നിങ്ങൾ അവനെ വിട്ടുതരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാങ് അത് കേൾക്കില്ല. പെട്ടെന്ന് അവിടെ പോലീസിന്റെ സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേട്ട് എല്ലാം അവിടുന്ന് ഓടിപ്പോകുന്നു. അവരും അവിടെ നിൽക്കില്ല, എല്ലാം ഓടിപ്പോകും. ശേഷം ഇവരുടെ ഗ്രൂപ്പിൽ കിം ജോന്റെ താല്പര്യമില്ലായ്കയെ ചോദ്യം ചെയ്യുകയാണ് ബാക്കിയുള്ളവർ. അവിടേക്ക് ഇവരുടെയൊക്കെ തലവനായ ഗാങ് ഹുൺ വരും. ഇങ്ങനെയാണെങ്കിൽ നീ ചേരാൻ പാടില്ലായിരുന്നു ഗ്രൂപ്പിൽ. നിന്നെ ആരെങ്കിലും നിർബന്ധിച്ചോ ചേരാൻ? ഞാൻ ഇപ്പോഴും പറയാണ്, ചേരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഗാങ് ഹുൺ, നീ ഈ ഗ്രൂപ്പിൽ നിന്ന് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. പക്ഷെ ഒരു വാക്ക് തരണം, നീ പോകുന്ന ഈ നിമിഷം മുതൽ ആരുമായും ഫൈറ്റ് ചെയ്യാൻ പാടില്ല. നീ ആ വാക്ക് തെറ്റിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്വം നീ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇത് കിം ജോന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവനും ആ വാക്ക് കൊടുത്ത് ആ ഗ്രൂപ്പിൽ നിന്നും ഒഴിയുന്നു. ശേഷം പുതിയൊരു ക്യാരക്ടറായ കിം സോങ് യൂൺ എന്നൊരുത്തനോട് ഗാങ് ഹൂൺ സഹായം ചോദിച്ച് വിളിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.